നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാൽക്കുളങ്ങര ചെമ്പകശ്ശേരി ലൈനിൽ വീട്ടമ്മയെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ വനിതാ ഡോക്ടറുടെ പരാതിയിൽ വീട്ടമ്മയുടെ ഭർത്താവായ സുജിത് നായർക്കെതിരെ പോലീസ് കേസെടുത്തത് ട്വിസ്റ്റാകുന്നു. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രി സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ വെച്ച് 2021 ഓഗസ്റ്റ് മാസം സുജിത്ത് ബലം പ്രയോഗത്തിലൂടെ താനുമായി മറ്റ് ബന്ധങ്ങളിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇതിനുശേഷം പെട്ടെന്ന് സൗഹൃദം അവസാനിപ്പിച്ച ദേഷ്യത്തിലാണ് സുജിത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തി പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചത് എന്നുമാണ് വെടിവെപ്പ് കേസിലെ പ്രതിയായ വനിതാ ഡോക്ടർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. സുജിത് നായർക്കെതിരെ ശാരീരിക ബന്ധത്തിന് താൽപര്യമില്ലാതിരുന്ന ആളെ ലൈംഗികമായി പീഡിപ്പിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ബലാത്സംഗം ചെയ്യൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. അതുകൊണ്ട് തന്നെ സുജിത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഇതോടെ കേസ് നിർണായക ഘട്ടത്തിലേക്കാണ്. അതേസമയം പ്രതിയായ വനിതാ ഡോക്ടർ വീട്ടമ്മയെ വെടിവെക്കാൻ ഉപയോഗിച്ച എയർ പിസ്റ്റൾ കണ്ടെത്തുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ വെള്ളിയാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും. ഇന്നലെ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. പ്രതി കൊലപാതക ശ്രമത്തിന് ഉപയോഗിച്ചിരുന്ന കാറ് കൊല്ലം ആയൂർ വെള്ളച്ചാൽ ഭാഗത്ത് നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 42 കിലോമീറ്റർ കാർ ഓടിച്ച് തിരുവനന്തപുരം നഗരമധ്യത്തിലെ വീട്ടിലെത്തി ഞായർ രാവിലെ 8:30യോടുകൂടിയാണ് പ്രതിയായ വനിതാ ഡോക്ടർ വീട്ടമ്മയെ വെടിവെച്ചത്. കൊറിയർ വിതരണത്തിനെന്ന വ്യാജേനയാണ് പ്രതി ഇവിടെ എത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. കൊറിയർ ഒപ്പിട്ട് വാങ്ങുന്നതിനിടെ പോക്കറ്റിൽ നിന്ന് എയർ പിസ്റ്റൾ എടുത്ത വീട്ടമ്മയെ വെടിവെക്കുകയായിരുന്നു. തലയിൽ കൊള്ളാതിരിക്കാൻ കൈകൊണ്ട് മുഖം മറയ്ക്കുന്നതിനിടെ വീട്ടമ്മയുടെ ഇടത് കൈയിലാണ് പെല്ലറ്റ് തുളച്ചു കയറിയത്. കിംസ് ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത പെല്ലറ്റ് പോലീസ് തെളിവിനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആക്രമണം നടന്ന ശേഷം ചൊവ്വാഴ്ച വൈകിട്ട് 3-നാണ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഡ്യൂട്ടിക്കിടെ വനിതാ ഡോക്ടറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ഒരു സിനിമയിൽ കണ്ട ദൃശ്യത്തിൽ നിന്നാണ് എയർ ഗൺ ഉപയോഗിച്ച് വെടിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നും വനിതാ ഡോക്ടർ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. കേസിൽ വിശദ ചോദ്യം ചെയ്യൽ നടക്കും. പ്രതിയുടെ മൊഴിയിൽ സുജിത്തിനെതിരെ എടുത്ത കേസിൽ ഉടൻ നിർണായക തീരുമാനമുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം.